വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 ചെരുപ്പ് അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളുടെ മനസ്സ് ഏതാ ചെരുപ്പ് എടുത്ത് അടിക്കുന്നത്? ആളെ അത്ര അറിയാത്തോണ്ടാ പുറത്തുനിന്നുള്ള ചിരി എടുക്കൂല. തിരിച്ചു പോയി. ഇല്ല 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 ഇല്ല. അവന്റെ അജുവിന്റെ ജീവിതകഥ എനിക്ക് ജീവിച്ചേട്ടനും പിശാചേട്ടനും ഏതാണ്ട് ഒരുപോലെ തോന്നാറുണ്ട്. ഇത് അവനൊരു നല്ല കോംപ്ലിമെന്റ് ആണ്. ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാര് പറഞ്ഞു? അത് ശരിയല്ല. അതേപോലെ കുറച്ചുണ്ട്. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര തെറ്റാ. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്, പക്ഷെ പിന്നെ അത് കൈ കളയരുത്. അത് ശരിയാന്ന് ഇവര് പറയുന്നില്ലല്ലോ. ബെസ്റ്റ് ഫസ്റ്റ് കാണുമ്പോ തന്നെ ഞാൻ സാറ്റലൈറ്റ് ചാനലുകളിൽ ചെയ്യുന്ന പരിപാടി അത് ഡിജിറ്റലി വരുന്നതാ. ഇവന് ഡയറക്റ്റ് ഓൺലൈനിലാ പരിപാടി നടക്കുന്നത്. ഇവൻ ഒരു ദിവസം രാവിലെ ഇരുന്ന രാത്രി ആകുമ്പോഴത്തേക്ക് 360 ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇത്രയും ജീവിതാനുഭവമുള്ള എനിക്ക് ലോകത്ത് ഒരാളെ അറിയുള്ളൂ. ഈ ദൂരത്ത് അറിയുന്നത് ഇവനെ ഉള്ളൂ. ഏതാ ഇവനല്ലേ? ഇത്രയും ജീവിതാനുഭവം ഈ ചെറിയ പ്രായത്തിൽ അവന് ഓരോ മണിക്കൂർ അനുഭവിക്കായിരുന്നു, ഓരോ ദിവസമല്ലേ. അങ്ങനെ ജീവിതാനുഭവം ഉണ്ടായിട്ട് വന്നേക്കുന്നത് അവന്. ധ്യാൻ ചേട്ടൻ ഒരു റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. ധ്യാൻ ചേട്ടൻ ഇതില് ഏത് വിഭാഗമാണ് ഏറ്റവും ഇഷ്ടം? ഇവൻ ഇത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ഇഷ്ടം. ഒരു നെപ്പോ കിഡായിരുന്നെങ്കിൽ, എന്റെ ചോദ്യം, നെപ്പോ കിഡായിരുന്നെങ്കിൽ ഇന്ന് രമേശ് ചേട്ടൻ ഇരിക്കേണ്ടത് ഇവിടെ ആയിരുന്നോ? അല്ല. നെപ്പോ കിഡ് അല്ലാത്തതല്ലേ ഇവിടുത്തെ പ്രശ്നം. സത്യം. ഇത്രയും സുന്ദരൻ, സുന്ദരനായ 6 അടി കൂടുതൽ പൊക്കം, സുന്ദരൻ, നടൻ എല്ലാം. അടുത്ത പടം തൊട്ട് നമ്മൾ വേറെ ലെവലിൽ സിനിമയെ നമ്മൾ എടുത്ത് കമത്തൂടെ വേറെ ഒന്നും നോക്കാനില്ല. ഇപ്പൊ സമയം 11:20. രാവിലെ മുതൽ 4 പേര് തകൃതിയായിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഇവരുടെ മുഖങ്ങൾ കാണുമ്പോൾ ചോദിക്കാനുള്ളത്, രാവിലെ 11:20 വിചാരിക്കും, രാത്രി 11:20. അപ്പൊ ഈ 4 മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആപ് കൈസേ ഹോ? സൂപ്പർ അല്ലേ? സൂപ്പർ. ഒരു അതേ സമയം തൊട്ട് താങ്കൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാണുന്നതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമുക്ക് ശീലം ഇതൊക്കെ. ക്ഷമ പഠിച്ചിരിക്കുന്നു. എപ്പോഴും ഇങ്ങനെ പോകുമ്പോ ലാസ്റ്റ് ഇന്റർവ്യൂ ആണോ അതോ ഫസ്റ്റ് കിട്ടാറുണ്ടോ? മാക്സിമം തുടങ്ങി കഴിഞ്ഞാൽ അവസാനമൊക്കെ ആവും ടൈം എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് ശീലമാണ്. ഒരു സിനിമ ആരംഭിച്ച് അവസാനിക്കുമ്പോൾ ക്ലൈമാക്സ് ആണ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ അവസാനത്തെ ഇന്റർവ്യൂ ആണ്, നമ്മൾ ഇത് പൊളിക്കും. ഇത്ര സുന്ദരയോടെ മനഃപൂർവ്വം എടുത്തിയെന്ന് തോന്നുന്നു. കണ്ടോട്ടെങ്കിലും ഇരിക്കുമല്ലോ പുറത്തിരിക്കുന്നത്. അവര് വിടുന്നവര് ആള് മാത്രം നീ ഒരുപാട് മേലെ പോയിട്ടാ. അതൊരു ഭയങ്കര കോംപ്ലിമെന്റ് ആയിപ്പോയല്ലേ. ഈ ക്ഷീണങ്ങ് മാറിക്കിട്ടേ. ഈ സദാന്നല്ലേ നിങ്ങൾ രണ്ടുപേരും? അത് സാധാരണക്കാരന്റെ സദയാണോ അതോ സാധനം കയ്യിലുണ്ട് സദയാണോ? ഏതാണ് സദാ? സാധനം കയ്യിലുണ്ടോ സദാ? അല്ല, സാധനം കയ്യിലുണ്ട സദാ. ഇത് സദാശിവ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത പല കഥാപാത്രങ്ങളായിരുന്നു സദാം ശിവയും. പിന്നെ അതിൽ ശിവനാഥ് വിളിക്കാൻ വിട്ടുപോയി, സദ മാത്രമായി പോയി. സിനിമയും വേറെ നമ്മുടെ അന്നത്തെ ജീവിത ശൈലി, BSOP എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. വാസുവും സ്വരവണനും ഒന്നാ പഠിച്ചവങ്ക. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. ആ സിനിമ വെരി സ്പെഷ്യൽ ഓൾഡ് പെയിൽ എന്നല്ലേ? അതെ, ശരിക്കും BSOP. ഇത് വാസുവും സ്വരവണനും ഒന്നാ പഠിച്ചവങ്ക. അതാണ് BSOP. സന്താനം ആര്യം കൂടെയാ. നിങ്ങളിപ്പോ ഒരുമിച്ച് വരുമ്പോഴേ നമുക്കൊരു വിശന്നിരിക്കുന്നവർക്ക് ബിരിയാണി കിട്ടില്ലേ, ആ അവസ്ഥയാണ് നിങ്ങൾ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളൊക്കെ കൗണ്ടേഴ്സ് അടിക്കുന്ന ഉറപ്പാണ്. പക്ഷെ ഞാൻ പുറത്ത് ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഒരാൾ ഇരുന്ന് കൗണ്ടേഴ്സ് അടിക്കുകയാണ്. ശരിക്കും സെറ്റിൽ ഇതുപോലെ മത്സരിച്ച് കൗണ്ടർ അടിക്കായിരുന്നു നിങ്ങള്? അല്ല, BSOP അല്ല, അവിടെ വളരെ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും അപകടം സംഭവിക്കും. പിന്നെ ദിവ്യനൊരു ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആളാ. എന്റെ കുടുംബത്തിലും എല്ലാരും സംസാരിക്കാൻ എപ്പോഴും എന്താ ഒപ്പിയെടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നോക്കിയും കണ്ടും പിന്നെ മറ്റേ ജീവ ഇല്ലാത്തോണ്ടാ സംസാരിക്കാം. എനിക്ക് ജീവിച്ചേട്ടനും പിശാചേട്ടനും ഏതാണ്ട് ഒരുപോലെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് അവനൊരു നല്ല കോംപ്ലിമെന്റ് ആണ്. എനിക്കതിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അത് റിലീഫ് ലുക്ക് വൈസ് കറക്റ്റ് ആണ്. ആ ഒരു കണ്ണും എനിക്ക് അത് യുവത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സമ്മതിച്ചു. ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. അത് കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തോളൂ. എല്ലാരും എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ഈശ്വര അറിയുന്നത്. ശരി,
ഇത്രയധികം ആദ്യ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ഈ പ്രൊഡ്യൂസർ ആയ സമയത്തൊക്കെ അജു ചേട്ടൻ അതിൽ ഇൻക്ലൂഡ് ആണ്. ലക്കി ഫാക്ടർ ആണോ അജു ചേട്ടൻ? ഗണപതിക്ക് വെച്ചിട്ട് അല്ല, ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മളൊരു കാര്യം അടുത്ത സുഹൃത്തുക്കളായതിനു ശേഷം നമ്മൾ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നമ്മളൊരു കമ്പനി നമുക്ക് തുടങ്ങാം, നമുക്കിനി അഭിനയം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പോയി സിനിമ അഭിനയിക്കുക, പണിയെടുക്കണം. ഞാൻ വിചാരിച്ചിരുന്നത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സെറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അഭിനയൊക്കെ സിനിമകൾ വരും, പ്രൊഡക്ഷൻ തുടങ്ങാം. അപ്പൊ എന്നോട് ചോദിച്ചു, എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം നമ്മൾ എന്തിനാണ് വേറൊരാൾക്ക് ഇത് കൊടുത്തിട്ട് അയാള് ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ അദ്ദേഹം കൊണ്ടുപോകുമല്ലോ കാശ്. നമ്മൾ തന്നെ നമ്മുടെ പടം ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പൊ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പൊ ഞാൻ എന്ത് പ്ലാൻ പറയുമ്പോഴും അന്ന് എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആളാണ്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബാത്റൂമിലിരുന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇരുന്ന് സംസാരിച്ച് സിഗരറ്റ് വലിച്ച് സംസാരിച്ചിരുന്നിട്ടാണ് അത് കുറച്ച് സമയത്തിനുള്ളിൽ അത് സിനിമ ഉണ്ടാകുന്നു. നമ്മൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പൊ തീരുമാനങ്ങളൊക്കെ വളരെ വളരെ പെട്ടെന്നാണ്, ഡിലേ ഒന്നുമില്ല. സാധാരണ കുറെ ആൾക്കാർക്കിടയിലുള്ള സുഹൃത്ത്, നമ്മളൊരു കാര്യം ഒരു കൂട്ടുകാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് മനസ്സിലാക്കി ഇതാക്കി വരാനൊരു സമയം എടുക്കും. ഇത് ഇത്തരം ഡിലേ ഇല്ല. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നടക്കുമല്ലോ എന്നുള്ള പടപടയുന്ന കാര്യങ്ങൾ നീങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ അധികം ചിന്തിക്കാതെ ചെന്ന് പെടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ പലതും പാളിയിട്ടുണ്ട്, പലതും നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ റിഗ്രറ്റ് ചെയ്യാറില്ല. നമുക്ക് വിഷമങ്ങളില്ല, പരാതികളില്ല. അങ്ങനെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങൾ ആദ്യം ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു ഓണത്തിന് നമ്മൾ സിനിമ ഇറക്കി. പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒരെണ്ണോ മലയാളത്തില് അല്ലല്ല, അതും ഇതൊന്നും അറിയാതെ ഇന്നും അല്ല, ഇന്ന് കുറച്ചൊക്കെ അറിയാം, ചെയ്യാനറിയോ. അത് വിശാഖ ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് ഭയങ്കര അന്ന് വിശാഖം പുതിയൊരാളായിരുന്നു. വിശാഖിനെ ഞാനാണ് വിളിച്ചിട്ട്, കാരണം അവനറിയാം നമ്മൾ മാത്രം ചെയ്യുന്നുള്ളൂ, ചാടി ഇറങ്ങും. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഞാനാണ് അജുവേട്ടന വിശാഖ് എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മളിതാണ് മുന്നേ അറിയാം, പക്ഷെ ഇവര് വലിയ സുഹൃത്തുക്കളല്ല. ഞാനാണ് വിശാഖിനെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. ലൈഫ് മാറിപ്പോയില്ലേ. സ്റ്റേറ്റ് അവാർഡ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മണി, ബിഗ് മാൻ, പ്രൊഡ്യൂസർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ. 5 വർഷം മുന്നേ അവൻ വീട്ടില് തിയേറ്റർ, അവന്റെ അച്ഛന്റെ ഫാദറിന്റെ തിയേറ്റേഴ്സ് ഉണ്ട്. എത്ര ശമ്പളം കൊടുക്കും? ഈ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന മകൻ വിശാഖ്. വിശാഖിനെ അപ്പൊ ഇവര് മുത്തച്ഛൻ പി സുബ്രഹ്മണ്യം ബിർലാൻ സിനിമാസിന്റെ പുള്ളി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ മക്കളും കൊച്ചുമക്കളൊന്നും സിനിമയിലോട്ട് വരരുത്, സീരിയൽ മാത്രമല്ല, തിയേറ്ററും സീരിയലും മാത്രം നോക്കിയാൽ സിനിമ വേണ്ട. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമ ചെയ്തിട്ടില്ല. കർശനമായിട്ടുള്ള ഒരു താക്കീത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ എന്റെ വാക്കിന്റെ പുറത്തും, നീ അളിയും വാ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, എന്റെ ഇതിന്റെ പുറത്ത് വന്ന് സിനിമയിൽ അന്ന് 6 വർഷം മുന്നേ വിനീത് ശ്രീനിവാസന്റെ 3ാമത്തെ പടം ഇപ്പൊ പുള്ളി ഇത് കഴിഞ്ഞ് ഇനി രക്ഷപ്പെടാൻ പോകുന്നത് ഞാനാ. കാരണം ഇപ്പൊ ഞാൻ സീരിയൽ ചെയ്തോണ്ടിരിക്കും. രണ്ടാമത് രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ഞാനിത് പറഞ്ഞു ഇനി രക്ഷപ്പെട്ടിട്ട് പറയാന്ന് വിചാരിച്ചു. രാത്രി വരാൻ സമയമായി, നീ എന്താ പറയുന്നത്, ഞാൻ രക്ഷപ്പെടാം, നാളെ ആവട്ടെ. ഈ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. ചുമ്മാതെ അതേപോലെ കുറച്ചുണ്ട്. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര തെറ്റാ. ഭയങ്കര പറ്റിക്കാൻ പറ്റുന്നു ഒരാളെ. അത് ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് ശരിയാന്നൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്, പക്ഷെ പിന്നെ അത് കൈന്ന് കളയരുത്. അത് ശരിയാന്ന് ഇവര് പറയുന്നില്ലല്ലോ. ബെസ്റ്റ് ഫസ്റ്റ് കാണുമ്പോ തന്നെ ബെസ്റ്റ് അതേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് ആ ഒരു ഫീല് വരില്ലേ? അല്ലെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും തുടർച്ചയായിട്ട് ഇപ്പൊ ആളുകളോട് സംസാരിക്കും, നല്ല രീതിയിൽ സംസാരിക്കണം, ആ ഇംപ്രഷൻ പോകരുതെന്ന് ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വഴി കാണുമ്പോ കയറി അങ്ങോട്ട് ഒഫെൻസീവായിട്ട് ആരും സംസാരിക്കില്ലല്ലോ. എല്ലാരും കാര്യം അതിന്റെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ പോരും. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെപ്പോഴും റിയാക്ഷൻസ് മാറുക. സത്യമായിട്ടും ഈ തമാശകളുടെ കഥകൾ പറഞ്ഞിട്ട് അവിടെ ആളുകളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ സ്വന്തം രാജാവ് ഉണ്ടെങ്കിൽ അത് പിഷാരി ചേട്ടനായിരുന്നു.
ആ ഒരു സമയത്ത് സ്റ്റേജിൽ നിന്ന് അത്രയധികം നെഞ്ചത്തോട്ട് എന്തോ വരുന്നേ. ധ്യാൻ ചേട്ടൻ വന്നപ്പോ ഇതുപോലെ കഥകൾ സ്പോട്ടിൽ ഉണ്ടാക്കുക, അതുപോലെ അത്രയധികം ഫാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവൻ ഈ കഥ മുഴുവൻ പറഞ്ഞു നിർത്തി ഞാൻ എവിടെ നിന്ന് ഈ കഥ പുതിയതുണ്ടാക്കും? ഇല്ല, ഡെയിലി നമ്മൾ ജീവിച്ചോണ്ടിരിക്കുമല്ലോ, നമ്മളൊരു മുറിയിൽ ഇരിക്കുമല്ലോ. നാളെ പിന്നെയും കിട്ടും, മറ്റന്നാൾ പിന്നെയും കിട്ടും, അതിന്റെ പിറ്റന്നാൾ പിന്നെയും കിട്ടും. കഥ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവന്റെ അത്രയും ഓൺലൈൻ ഇന്റർവ്യൂ എനിക്കില്ല. ഞാൻ സാറ്റലൈറ്റ് ചാനലുകളിൽ ചെയ്യുന്ന പരിപാടി അത് ഡിജിറ്റലി വരുന്നതാ. ഇവന് ഡയറക്റ്റ് ഓൺലൈനിലാണ് പരിപാടി നടക്കുന്നത്. ഇവൻ ഒരു ദിവസം രാവിലെ ഇരുന്ന രാത്രി ആകുമ്പോഴത്തേക്ക് 360 ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ അതിന് മാത്രം പടം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുറവാണ്. പക്ഷെ അങ്ങനെ കഥ തീർന്നു പോകുന്നില്ല. കഥ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും കിട്ടും എന്തെങ്കിലും. എന്നാലും ഇത്രയും ജീവിതാനുഭവമുള്ള എനിക്ക് ലോകത്ത് ഒരാളെ ഇപ്പൊ അറിയുന്നത്, ഈ ദൂരത്ത് അറിയുന്നത് ഇവനല്ലേ? ഇത്രയും ജീവിതാനുഭവം ഈ ചെറിയ പ്രായത്തിൽ. അവന് ഓരോ മണിക്കൂർ അനുഭവിക്കായിരുന്നു, ഓരോ ദിവസമല്ലേ. അങ്ങനെ ജീവിതാനുഭവം ഉണ്ടായിട്ട് വന്നേക്കുന്ന അവന്. ഈ സ്പോട്ടിൽ നിങ്ങൾ കഥകൾ ഉണ്ടാക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു ടാസ്ക് തരാണ്. ഞാനൊരു കഥയുടെ തുടക്കം പറയും. ഒരു സ്കൂളിലാണ് കോച്ചിങ് എനിക്ക് വേണ്ടിട്ട് ശരി, ഒരു കഥയുടെ തുടക്കം പറഞ്ഞു. ഞാൻ ചെരുപ്പ് അവിടെ പോയി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളുടെ മനസ്സ് ഏതാ ചെരുപ്പ് ആളെ അത്ര അറിയാത്തോണ്ടാണ് പുറത്തുനിന്നുള്ള ചിരി എടുക്കും. ഓഡിയൻസ് വരെ തിരിച്ചുപോയി. ഓക്കെ, കഥയുടെ തുടക്കം ഇതാണ്. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതിബുദ്ധിമാനായ രാജാവിന്റെ പേരായിരുന്നു അജുവർമ്മ തമ്പുരാൻ. തുടങ്ങി. ഊക്കരുത് പ്ലീസ്. വർമ്മനെ കളഞ്ഞോ, തമ്പുരാൻ വെച്ചാൽ ബാക്കി ഈ അജുവർമ്മ തമ്പുരാൻ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത്, അജുവർമ്മ തമ്പുരാന് നല്ല വയസ്സായ സമയത്ത് ഒരു മരം കൊണ്ടുവന്ന് വെച്ചു. ബാക്കി പറഞ്ഞു. ആ മരത്തിന്റെ സൈഡില് പുള്ളി മൂത്രം ഒഴിച്ചു. ഞാൻ മനസ്സ് വിചാരിച്ച കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് സ്വാഭാവികം തമ്പുരാനാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ നടന്നിട്ട് വന്നിട്ട് പറമ്പത്ത് ഒന്ന് മൂത്രം ഒഴിച്ചു. പള്ളിമൂത്രം അല്ല, അതാ പറയും മൂത്രം ഒഴിച്ചേ ഉള്ളൂ. ബാക്കി പറയണം. തുടക്കും. അല്ല, മൂത്രം ഒഴിച്ചിട്ട് പുള്ളിക്ക് ആലോചിക്കുക, രാവിലെ ഞാൻ ഇവിടെ അല്ലല്ലോ ഒഴിക്കാൻ തീരുമാനിച്ചത്, ഞാൻ വേറൊരു തൈ നട്ടായിരുന്നല്ലോ, അവിടെ പോയി ഒഴിക്കണ്ടേ, ഇല്ലല്ലോ. കണ്ടുപിടിക്കാൻ പോയിരിക്കുക, പക്ഷെ കാണാനില്ല. വലിയ ഗാർഡനാ. ഞാൻ പറയണോ? ഞാൻ മറ്റേ ഞാനൊരു മരം നട്ടു. എടാ, എന്തൊരു മരം, ഒരു മരം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും മരം, ഒരു ഭയങ്കര മരം നട്ടു എന്ന് പറഞ്ഞ പ്രകൃതി സ്നേഹിയാക്കി വെച്ചപ്പോ ഇവൻ മൂത്രം ഒഴിച്ച് ഇവൻ നമ്മൾ ഈ കൂട്ടുകെട്ടിൽ പെടുകയാണ്. അയ്യോ, എനിക്ക് ഈ കൂട്ടുകെട്ട് തന്നെ ശരിയാവുന്നില്ല. അയ്യോ, നമുക്ക് ഈ ചോദ്യം കളയാം. ബാക്കി അറിയുന്ന ഒരു ക്യൂരിയോസിറ്റി. അജുവർമ്മ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു തെണ്ടിയാണല്ലോ തമ്പുരാൻ ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ നിന്റെ കഥാപാത്രം ഇപ്പൊ അവിടെ മൂത്രം കഴിഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി. ആന്റി ക്ലൈമാക്സ് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ കഥകൾ ചിന്തിക്കുമ്പോൾ കഥ ഉണ്ടായതാ. നമുക്ക് ഇത്ര ഓർത്ത് പറയാൻ പറ്റുന്നത് ഇതെല്ലാം എവിടെയെങ്കിലും ഒരു തുള്ളിക്കെങ്കിലും ആയിട്ട് നടന്ന കഥയുണ്ടോ. കുറച്ച് ഞങ്ങൾ ഗ്രേവി ചേർക്കുന്നതേ ഉള്ളൂ. മെയിൻ പീസ് ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴും. അത് വെച്ചിട്ട് തന്നെ കഥയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര പൊള്ളയായിട്ടിരിക്കില്ലേ ഇപ്പൊ കണ്ടില്ലേ? സത്യം. ഈ സ്റ്റേജില് കഥകൾ പറയാം, അല്ലെങ്കിൽ അപ്പോഴുള്ള റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. കയ്യിൽ നിന്ന് പോയ ഇതുപോലത്തെ കഥകളുണ്ടോ? ഇപ്പോഴത്തെ കഥ ചില കഥയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ ആരെങ്കിലും കയറി വരും. ചിലപ്പോൾ ആരുടെയും ഫോൺ ബെല്ലടിക്കും. ക്ലൈമാക്സ് ആകുമ്പോൾ എന്റെ ക്ലാസ് കഴിഞ്ഞ് താഴെ വീഴും. അങ്ങനെയൊക്കെ ചിലത് പൊട്ടിപ്പോയിട്ടുണ്ട്. അല്ലാത്തൊക്കെ നമുക്കറിയാം ഇതിനെ പറഞ്ഞ ഏക്കൂല്ല എന്നുള്ളത്. പിന്നെ ചില TV പരിപാടിയിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 4 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പൊ ചില കഥകൾ ചീഞ്ഞു പോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചീഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ പറഞ്ഞിടും. നമ്മുടെ വിചാരം എഡിറ്റർ ഇത് കളയുന്ന, അവനിപ്പോ ചീഞ്ഞതും കൂടെ കച്ചവടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ വരും അങ്ങനെ ഇടയ്ക്ക് കിട്ടും. പിന്നെ അപ്പം ധ്യാൻ ചേട്ടൻ ഒരു റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. ധ്യാൻ ചേട്ടൻ ഇതില് ഏത് വിഭാഗമാണ് ഏറ്റവും ഇഷ്ടം? ഇതിലേത് ധ്യാൻ ചേട്ടന് ഇഷ്ടം?
ഇതെല്ലാം കുറച്ച് കഷ്ടമാണ്. ഇവൻ ഇത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ഇഷ്ടം. അതിനു വേണ്ടി ഈ ജോലി അതിനുവേണ്ടി ഇവൻ ഇത് ചെയ്യണം. സാധാരണ ആൾക്കാർ സിനിമ ചെയ്തിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ പ്രൊമോഷൻ. ഇവൻ അങ്ങനെയല്ല, ഇവൻ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് സിനിമ ചെയ്യാണ്. പക്ഷെ ഇതിലെന്താ പ്രശ്നം അറിയാമോ? ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇന്റർവ്യൂ തലേന്നാണ് എന്നോട് ചോദിക്കും സിനിമയുടെ തലേന്ന് റിലീസ് തന്നെ ടെൻഷൻ ഉണ്ടോ? ഇന്റർവ്യൂയുടെ തലേന്ന് എനിക്ക് ശരിക്കും ടെൻഷൻ എന്താ കൊടുക്കണേ എന്നുള്ള എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയുടെ അമിതഭാരം. ഇത് ഈ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം രമേശ് ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ ഹിറ്റ് ആയാൽ മതി. ഞാനുള്ള ഇന്റർവ്യൂ എനിക്ക് ഹിറ്റ് ആയില്ലെങ്കിലില്ല, എനിക്ക് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഡേറ്റ്. പ്രതീക്ഷ അമിതഭാരം. പ്രതീക്ഷയുടെ അമിതഭാരം കൊണ്ട് എന്തോരം പടങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നറിയാം. അത് തീരെ സമ്മതിക്കുന്നില്ല. ഇനി അമിതഭാരം ഞങ്ങൾ കൊടുക്കാൻ റെഡിയല്ല. എന്റെ എല്ലാ സിനിമകളിലും ഇനി ചേട്ടൻ വേണം. സുന്ദരനായ മലയാളം മറ്റേ ബ്രിഗ് ബ്രദറിൽ ചോദിച്ച പോലെ എന്താ ചേട്ടാ ഇത്രയും സുന്ദരനായ ജയിലിലിടാൻ പോകുന്ന ചോദിച്ച പോലെ ഇത്രയും സുന്ദരനായ നിങ്ങൾ. നിനക്ക് കോടികൾ ഉണ്ടാക്കണോ? ഞാൻ വേറെ ഏതോ ഇന്റർവ്യൂ പറഞ്ഞു ഡേറ്റ് ഇപ്പൊ കുറഞ്ഞ വിലക്ക് മേടിച്ചിട്ട് അപ്പൊ മറച്ചു പിക്കേ. അല്ലാതെ നിങ്ങളല്ലാണ്ട് ഒരു കഥ കൊണ്ട് തന്നിട്ട് ബാക്കി ഇവനോട് പറയാൻ പറയോ? ഒരു നെപ്പോക്ക് ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ചോദ്യം, നെപ്പോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രമേശ് ചേട്ടൻ ഇരിക്കേണ്ടത് ഇവിടെ ആയിരുന്നോ? അല്ല. നെപ്പോക്ക് അല്ലാത്തതല്ലേ അവിടുത്തെ പ്രശ്നം. സത്യം. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് തമാശക്ക് പറഞ്ഞത്. തമാശ ഇത്രയും സുന്ദരൻ അല്ലേ? സത്യം. അതെ. സുന്ദരനായ പക്ഷെ ആ എക്സ്പ്രഷൻ സെൻസ് ഓഫ് ഹ്യൂമർ, 6 അടി കൂടുതൽ പൊക്കം, സുന്ദരൻ, നടൻ, എല്ലാം. ഹ്യൂമർ സെൻസിന്റെ ഇതൊക്കെ ശരിയാണ്. പിന്നെന്താ ഇല്ലാത്തത്? ഈ മാസത്തെ EMI അടയ്ക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ പറയുന്ന സുന്ദരൻ. നിങ്ങൾക്ക് തമാശയാ. നല്ലൊരു കഥയെങ്കിലും ഉണ്ടാക്കാറുണ്ടല്ലോ. കഥയെ പിടിച്ച് പൊക്കോണ്ടല്ലോ. ഇപ്പൊ എവിടെ നിന്ന് വന്നത്? നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സിനിമകൾ കാണുന്ന ആളാണല്ലോ. പിഷാരടി ചേട്ടൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ പിഷാരടി ചേട്ടൻ? അത് ഒറ്റപ്പടയുള്ളൂ വീണ്ടും അതേത് പടാ? അത് ഞാൻ കൊറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ലതായിരുന്നു. അതിനൊന്നും പെട്ട പാടും ഒരു മനുഷ്യന് അറിയത്തില്ല. എന്തെല്ലാം പാടുപെട്ടോന്നറിയോ? ആലുവ കായല് നീന്തി ഞാൻ. റൊമാൻറ്റിക് സീൻ ഒക്കെ ചെയ്തിട്ടില്ലേ? റൊമാൻറ്റിക് സീൻ ചെയ്ത് ചെറുതായിട്ട് ചേട്ടന്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട അമർ ആന്റണി. ഇതെല്ലാം മാറ്റി ഈ സിനിമയിലെ ക്യാരക്ടർ ആയിരിക്കും. ഇതായിരിക്കും ഇവരുടെ രണ്ടുപേരുടെ ഒരു സംഭവം ഉണ്ട്. അത് കോമ്പിനേഷൻ പടം എന്തോ രമേശിന്റെ കരിയർ ബെസ്റ്റ്. അടുത്ത പടം തൊട്ട് നമ്മൾ വേറെ ലെവലിൽ മലയാള സിനിമയെ നമ്മൾ എടുത്ത് കമത്തൂടെ വേറെ ഒന്നും നോക്കാനില്ല. ഇത് വേറെ ബ്രേക്ക്. ഇന്റർവ്യൂകളിൽ പുതിയ തരംഗം സൃഷ്ടിക്കാൻ പോവാ ഞങ്ങള്. ഈ ഒരു കോംബോ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു കാലഘട്ടമാണല്ലോ. ഒരു പാൻ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ ആപ് കൈസേ? സാർ, നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോ വരും പാൻ വേൾഡാ. ഇട്ട അപ്പൊ തന്നെ ലോകം മുഴുവൻ ഇറ്റലിയിൽ നിന്ന് കൊറിയെന്നൊക്കെ വരും. അപ്പോ എല്ലാ ഭാഷയിൽ നിന്നും ഓരോ നടന്മാരെ വിളിച്ച് അഭിനയിപ്പിക്കുക മാത്രമല്ല, പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മളെടുത്തൊരു സിനിമ ബാക്കി എല്ലാ സ്ഥലത്തും പോയി ഓടും. അതിനുവേണ്ടി ഞങ്ങൾ ആപ്പ് കഴിച്ച് ഒന്ന് ഹിന്ദി പേരിട്ടേക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് എനിക്ക് കൺഫ്യൂഷൻ വേണ്ട. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിട്ടേക്കുന്ന പേരാണ്. എങ്ങനെയാ ചേട്ടാ ഇത്രയധികം കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യുന്നു? ഒരു ഇത്രയും വലിയ സ്ക്രിപ്റ്റ് ചെയ്യാൻ എങ്ങനെ ഇത്രയും സമയം കിട്ടണേ? അല്ല, ഇതിന് അങ്ങനെ വലിയ സമയം വേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സിനിമയായത്. കാരണം ഇത് സുഹൃത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം എടുത്ത് എഴുതി ഉണ്ടാക്കേണ്ട ഒരു കഥയായിരുന്നില്ല. അതിലുള്ള ഇൻസിഡൻസ് ഒക്കെ തന്നെ എനിക്ക് അറിയാവുന്നതും അടുത്തറിയാവുന്ന ആൾക്കാരുടെയാണ്. പിന്നെ ആക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അതിന് കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. ആ രീതിയിൽ അജുവേട്ടനായിക്കോട്ടെ, രമേശ് ചേട്ടനായിക്കോട്ടെ, ദിവ്യനായിക്കോട്ടെ, ജീവി ആയിക്കോട്ടെ, എനിക്ക് കണ്ടപ്പോൾ ഇവരൊക്കെ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എവിടെയൊക്കെയോ ഇവർക്കൊക്കെ അതിൻ്റെ ഒരു സ്വഭാവവും അഭിനയത്തിലായിക്കോട്ടെ കാണാനുണ്ട്. ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ് ആൾക്കാരാണിത് പെർഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എഴുതി കുറേ സമയമെടുത്ത് എഴുതി ഉണ്ടാക്കിയതല്ല ഈ കഥ. ഇവരോടൊക്കെ പറഞ്ഞു ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അതങ്ങനെ നേരെ ഷൂട്ടിലേക്ക് പോയ സാധനം. അപ്പൊ എന്തായാലും ആപ് കൈസേ ഹോ
തീരുവാണോ ഇത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ കഷ്ടപ്പെട്ടിരുന്നല്ലേ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നല്ലേ കുറച്ച് അധികം ചോദിച്ചു 5 ചോദ്യം കൂടുതൽ ചോദിച്ചു. അവള് തീർക്കാൻ നിൽക്കുമ്പോ ഞാൻ അവൾക്ക് വേണ്ടി പോണ്ടേ? ആപ് കൈസേ ഹോ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്നവരൊക്കെ അച്ചാഹേ എന്ന് പറയട്ടെ എന്ന് ഞാൻ വിഷയമാണ്. അച്ഛന് പറയാതിരുന്നാ മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.